Hello everyone, we can study one English idiom today. So the idiom is a big mouth. What is the meaning of a big mouth? എ ബിഗ് മൗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ടോക്ക് ആക്റ്റീവ് ആയിട്ടൊരു പേഴ്സൺ ആണ്. അവരൊരു സീക്രട്സും ഹൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മാത്രമല്ല അവരെല്ലാം പെരുപ്പിച്ചിട്ടാണ് പറയുക, എക്സാജറേറ്റ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും സംസാരിക്കുക. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ ഇവർ സംസാരിക്കുമ്പോൾ അത് എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക. സോ ഇത്തരം വ്യക്തികളെയാണ് നമ്മൾ എ ബിഗ് മൗത്ത് എന്ന് വിളിക്കുന്നത്. ഐ വിൽ എക്സ്പ്ലെയിൻ യു ഇൻ ഇംഗ്ലീഷ്. So a big mouth means a talk active person. A big mouth means a really talk active person who can't hide any secrets at all. Not only that, he talks exaggeratedly. So this kind of person, we call them a big mouth. നമുക്കൊരു 3 സെന്റൻസ് അത് വെച്ച് ഉണ്ടാക്കി നോക്കാം. So first sentence is I am a big mouth. ഓക്കെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഐ ആം എ ബിഗ് മൗത്ത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനാണെന്നാണ് അർത്ഥം. എന്താ സംഭവം? ഞാനൊരു ടോക്ക് ആക്റ്റീവ് പേഴ്സൺ ആണ്, സീക്രട്സ് ഹൈഡ് ചെയ്യാൻ പറ്റില്ല, മാത്രമല്ല എല്ലാം പെരുപ്പിച്ച് കാട്ടി പറയും. ഇതാണ് ഐ ആം എ ബിഗ് മൗത്ത് എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, ഐ വിൽ ടെൽ യു ദ നെക്സ്റ്റ് സെന്റൻസ്. എന്താണ് നെക്സ്റ്റ് സെന്റൻസ് വരുന്നത്? മൈ ബിഗ് മൗത്ത് ഗോട്ട് മീ ഇൻ ട്രബിൾ. നമ്മൾ പറയില്ലേ, എൻ്റെ വലിയ വായ എന്നെ അപകടത്തിൽ കൊണ്ടുചെന്നിട്ടു അല്ലേ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ സീക്രട്ട് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു കഴിവ് എന്നെ അപകടത്തിൽ കൊണ്ടുചെന്നിട്ടു എന്നാണ് മൈ ബിഗ് മൗത്ത് ഗോട്ട് മീ ഇൻ ട്രബിൾ അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഡോണ്ട് ടെൽ എനിത്തിങ് ടു ഹർ ബിക്കോസ് ഷീ ഈസ് എ ബിഗ് മൗത്ത്. അവളോടൊന്നും പറയണ്ട, കാരണം അവളൊരു ബിഗ് മൗത്ത് ആണ്. ബിഗ് മൗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സീക്രട്സ് ഒന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഡോണ്ട് ടെൽ എനിത്തിങ് ടു ഹർ ബിക്കോസ് ഷീ ഈസ് എ ബിഗ് മൗത്ത്. Okay, so let's see with another idiom. Bye bye.